ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കറങ്ങുന്ന ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും കറക്കത്തിൻ്റെ അച്ചുതണ്ടിന് അടുത്തുള്ള സ്ഥലങ്ങൾ പതുക്കെയും ദൂരെയുള്ള സ്ഥലങ്ങൾ വേഗത്തിലുമായിരിക്കും കറങ്ങുന്നത്. അതുപോലെ തന്നെ ഭൂമി കറങ്ങുമ്പോഴും ഭൂമിയുടെ ഉപരിതലത്തിന് ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങൾക്കാണ് വേഗത കൂടുതൽ ഉണ്ടാവുക. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് 1670 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ധ്രുവങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വേഗതയിൽ കുറവ് വരുന്നതായും കാണും. അതായത് ധ്രുവങ്ങളുടെ അടുത്തേക്ക് വരുംതോറും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരികയും കൃത്യം ധ്രുവങ്ങളിൽ എത്തുമ്പോൾ വേഗത എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള വസ്തുക്കൾക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഭാരക്കുറവ് അനുഭവപ്പെടുന്നതിന് കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 100 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഭാഗമായി 300 ഗ്രാം അഥവാ 0.3 കിലോഗ്രാമിൻ്റെ ഭാരക്കുറവെങ്കിലും അനുഭവപ്പെടാം. ഇതേസമയം ധ്രുവങ്ങളുടെ അടുത്തേക്ക് വരുംതോറും ഈ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് കുറഞ്ഞു വരുന്നതായും കാണും. ഇനി കൃത്യം ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊരു ഭാരക്കുറവ് അനുഭവപ്പെടുകയുമില്ല. മുൻപ് പറഞ്ഞതുപോലെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ 1670 km/h സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അതായത് ഒരു ഫ്ലൈറ്റ് പറക്കുന്നതിനേക്കാൾ വേഗതയാണ് ഇതിനുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഭൂമിയുടെ ഈ കറക്കം നമുക്ക് അനുഭവപ്പെടാത്തത്? അതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചാനലിൽ പോയി കണ്ടോളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.